കോഴിക്കോട് കഴിഞ്ഞ 3 ദിവസങ്ങളായി നടന്നുവന്ന ജില്ലാ സമ്മേളനത്തിന്റെ സമാപനമായിരുന്നു ഇന്ന്. സമാപന പൊതുയോഗം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എം മെഹബൂബിനെ ഐക്യകണ്ഠേന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 47 അംഗ ജില്ലാ കമ്മിറ്റി. വിശദാംശങ്ങളുമായി AK ലതീഷ് കോഴിക്കോട് നിന്നും. CPIM-ന്റെ സംഘടനാ കരുത്ത് വിളിച്ചോതുന്ന പടുകൂറ്റൻ റാലിയോടെയാണ് വടകരയിൽ നടന്ന 3 ദിവസത്തെ ജില്ലാ സമ്മേളനം സമാപിച്ചത്. 25,000 ചുവപ്പ് സേനാംഗങ്ങൾ നാരായണനഗറിലെ സീതാറാം യെച്ചൂരി നഗറിൽ സംഗമിച്ചു. CPIM പൊളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളും UDF പിന്തുടരുന്ന വർഗീയ അജണ്ടയും തുറന്നുകാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. 4 വോട്ടിനു വേണ്ടി എന്തും ചെയ്യാം എന്ന നിലയിലേക്ക് UDF മാറിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെയും SDPI-യെയും തുറന്നെതിർക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിയാത്തത്? കഴിയണ്ടേ? ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരേപോലെ എതിർക്കാനാവണ്ടേ? 4 വോട്ട് പോരട്ടെ. വർഗീയതയായാലും ഞങ്ങൾക്ക് ഇപ്പോൾ പ്രധാനം വോട്ട് കിട്ടലാണ് എന്ന നിലപാടല്ലേ? വോട്ടാണോ പ്രധാനം? വർഗീയതയെ ഏതെങ്കിലും തരത്തിൽ സഹകരിപ്പിക്കലല്ല, ഏതെങ്കിലും വിധത്തിൽ വർഗീയതയ്ക്ക് മാന്യത കൽപ്പിച്ചു കൊടുക്കലല്ല. ഇവിടെ SDPI നേരെ പറയുന്നു, ഞങ്ങളാണ് വിജയത്തിൻ്റെ നേരവകാശികൾ. അതിൻ്റെ കൂടെ അതിന് മേലൊപ്പ് ചാർത്താൻ ലീഗും കോൺഗ്രസും തയ്യാറാകുന്നു. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറിയ P മോഹനൻ എന്നിവർ സംസാരിച്ചു. എളമരം കരീം, TP രാമകൃഷ്ണൻ, PA മുഹമ്മദ് റിയാസ്, പുത്തലത്ത് ദിനേശൻ, ആനാവൂർ നാഗപ്പൻ തുടങ്ങിയ നേതാക്കളും സംബന്ധിച്ചു. 47 അംഗ പുതിയ ജില്ലാ കമ്മിറ്റിയെയും 38 സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും കോഴിക്കോട് ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തു. എം മെഹബൂബിനെ ജില്ലാ സെക്രട്ടറിയായി ഏകകണ്ഠമായി തീരുമാനിച്ചാണ് കോഴിക്കോട് CPIM-ന്റെ ജില്ലാ സമ്മേളനം സമാപിച്ചത്. ശരി, AK ലതീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.